അസ്സലാമു അലൈക്കും. പ്രൈസ് ദി ലോർഡ്. ജയ് ജഗത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യ രാജ്യം ഇന്ന് ഭരിക്കുന്നത് BJP ആണ്. BJPയുടെ ധർമ്മം നിർദ്ദേശിക്കുന്നത് RSS ആണ്. RSS ഹിന്ദുക്കളുടെ മാത്രം സംഘടനയാണ്. RSSന്റെ അധികാരികളാകട്ടെ ആര്യവംശത്തിന്റെ അവതാരങ്ങളാണെന്ന് അഭിമാനിക്കുന്നവരാണ്. ഈ ആര്യവംശം ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. ആ ആര്യ പിതാക്കന്മാർക്കൊക്കെ മക്കൾ ജനിച്ചത് ദ്രാവിഡ വർഗത്തിലാണ്. ഇന്ത്യ ഭരിക്കുന്നവരുടെ ആദി മാതാക്കളിലാണ് ആദി പിതാക്കൾക്ക് മക്കളുണ്ടായതൊക്കെ ആര്യദ്രാവിഡ സങ്കര സംഭവത്തിന്റെ ഫലമായാണ് ഇന്ത്യ ഇന്ന് നിലനിൽക്കുന്നത്. ഇത് ഒരു ആര്യന്റെയും നാടല്ല, ഇതൊരു ദ്രാവിഡന്റെയും നാടല്ല. പക്ഷെ ഈ ആര്യവർഗം അധികാരം കയ്യിലാക്കി ദ്രാവിഡന്മാരെന്ന് പറയുന്നവരെ അധസ്ഥിതരെന്ന് വിളിച്ചു. അവസാനം അവരെ അതിപീഡനത്തിന് വിധേയമാക്കി. അജിതേക്ക് നേരത്തെ പറഞ്ഞല്ലോ ഭൂപരിഷ്കരണത്തിന്റെ കഥ. ഗൗരിയമ്മയുടെ ബുദ്ധിയിൽ, ഗൗരിയമ്മയുടെ മാത്രമല്ല, AK ഗോപാലനും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കേക്കാളപ്പനും ഒക്കെയാണ് ആദ്യം ഇതിന്റെ ആലോചന നടത്തിയത്. അതിന്റെ ഫലമായാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നായികയുടെ മനസ്സിൽ, യഥാർത്ഥത്തിൽ ഗൗരിയമ്മയുടെ മനസ്സിൽ ബീജാഭാവം ചെയ്തതാണ്, മുളച്ചതാണ് ഈ ഭൂപരിഷ്കരണ നിയമം. അജിതേജി പറഞ്ഞ പോലെ ഭൂപരിഷ്കരണം അട്ടിമറിക്കപ്പെട്ടു. നിങ്ങൾ അറിയേണ്ടതുണ്ട്, ഇന്ത്യയുടെ ഭാവി ഭദ്രമാക്കിയത് ഒരു വെക്കേഷൻ ജഡ്ജിയായിരുന്നു സുപ്രീം കോടതിയിൽ അന്നുണ്ടായിരുന്ന VR കൃഷ്ണയ്യർ. എന്റെ നാട്ടുകാരൻ, ഞങ്ങളൊക്കെ വളരെ ആദരിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹമാണ് വെക്കേഷൻ ജഡ്ജിയായി ഇന്ത്യക്ക് അനുകൂലമാകുമാർ ഒരു വിധി പ്രഖ്യാപിച്ച് ഇന്ത്യയെ രക്ഷിച്ചെടുത്തത് എന്ന് ഞാൻ പറയാം. അദ്ദേഹമാണ് ഭൂപരിഷ്കരണ നിയമം കൈകാര്യം ചെയ്യുമ്പോഴുള്ള നിയമമന്ത്രി. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയാമോ? വലിയ വലിയ സമ്പന്നന്റെ വലിയ ഏക്കർ ഭൂമികൾ എസ്റ്റേറ്റ് തോട്ടഭൂമിയാക്കി വെച്ചു. തോട്ടഭൂമിക്ക് പരിധിയില്ല. അങ്ങനെ ആ തോട്ടഭൂമിയിലാണ് ആദിവാസികൾ അധികപക്ഷവും ജീവിച്ചത്. ആ ഭൂമി യഥാർത്ഥത്തിൽ ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമിയാണ്. നോക്കത്താതെ പരന്നു കിടക്കുന്ന കുരുമുളകിന്റെ തോട്ടങ്ങൾ, കിളച്ചാലും പറിച്ചാലും തീരാത്ത ഏലത്തോട്ടങ്ങൾ, കറന്നെടുത്താൽ തീരാത്ത അകിടുള്ള പശുക്കൾ, സമൃദ്ധമായ കാർഷിക ഭൂമി. ആ തോട്ടങ്ങളൊക്കെ സമ്പന്നന്റെ കയ്യിൽ എത്തിച്ചതിന് അന്നത്തെ നിയമമന്ത്രിയായ VR കൃഷ്ണയ്യരുടെ ബുദ്ധിയുണ്ട് എന്ന് ഞാൻ പറയാം. ഭൂപരിഷ്കരണ നിയമത്തോടുകൂടി ഇന്ത്യയിൽ, കേരളത്തിലെ ഭൂമിയില്ലാത്തവനൊക്കെ ഭൂമി കിട്ടുമെന്നല്ലേ ആളുകൾ വിചാരിച്ചത്. ഭൂവുടമ സമ്പ്രദായം അവസാനിച്ചു, ഭൂപ്രമാണിമാർ, ഭൂഷകൾ അവസാനിച്ചു എന്നൊക്കെ. അല്ലല്ല, അവരുടെ കയ്യിൽ 10,000-കണക്കിന് ഏക്കർ വനഭൂമി, തോട്ടഭൂമി വന്നുപെട്ടു. ഇപ്പൊ നമ്മൾ പറയുന്ന തൊഴിലാളിയല്ല, ഭൂവുടമയില്ലെന്ന്. വസൂരി ഇല്ലാതെ ഇപ്പോ നാട്ടില് വസൂരി രോഗമില്ല, അതൊക്കെ ചിക്കൻ പോക്സ് ആയി. അങ്ങനെ വസൂരി നിർമാർജനം ചെയ്യുമെന്ന ആളുകൾ വിശ്വാസം. അല്ല, ചിക്കൻ പോക്സ് ആണ്. അതുപോലെ ഭൂപ്രമാണിമാരെ ഇല്ലായ്മ ചെയ്തില്ല, അത് തോട്ടമുടമകളും തൊട്ടുള്ള മുതലാളിത്തത്തിന്റെ കയ്യിലെത്തി. ഈ പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങൾ ഇവിടെ എത്ര കാലമായി ഇരിക്കുന്നു. ഞങ്ങളവിടെ മദ്യനിരോധനക്കാരാണ്. മദ്യനിരോധനത്തിന് എല്ലാവർക്കും സഹായിക്കാനാവില്ല, കാരണം എല്ലാ പാർട്ടിയിലുണ്ട് പെരുംകുടിയന്മാർ. അപ്പൊ പാർട്ടിയിലെ കുടിയന്മാർ വിട്ടുപോകുമോ എന്ന് പേടിച്ചിട്ട് കുടിക്കാത്ത നേതാക്കൾക്ക് പോലും വരാൻ സാധിക്കില്ല. പക്ഷെ ഇത് അതുപോലെയല്ല, പാപങ്ങൾക്കുള്ള ഭൂമിയല്ലേ. നേരത്തെ ഒരു കവിത കേട്ടില്ലേ? സമരം ഒരു പ്രഹസനമല്ല, ചരിത്രം കവർന്നെടുത്ത അവകാശങ്ങളുടെ വീണ്ടെടുപ്പാണ്. ഈ സമരം പ്രഹസനമാണോ? രാപ്പകലാണ് ഇവിടുത്തെ സമരം. രാത്രി ഭാഷേട്ടൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഒറ്റ ആശ്വാസമേ ഉള്ളൂ ഉയർച്ചേരി, ഈ കഠിനമായ തണുപ്പും കൊതുകടിയും. ആരാണീ പറയുന്നത്?
കത്തിജ്വലിക്കുന്ന ജീവിത വസന്തത്തിൽ എന്ന് തന്നെ പറയാം. അവളായിരുന്നു ഇവിടെ വന്നുപോയ അജിത. ഞാൻ ചോദിച്ചു, അജിതേച്ചി അത് 68, 69 അതെ, അന്നൊക്കെ ഞാൻ രാഷ്ട്രീയത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിതേച്ചിയുടെ അന്ന് നിങ്ങൾ അറിയുമോ, ഒരുപാട് കോൺഗ്രസ്സുകാർ, ഒരുപാട് ജനതാദളുകാരൊക്കെ മക്കൾക്ക് പേരിട്ടിട്ടുണ്ട് അജിത എന്ന്. ഒരുപാട് അജിതമാരില്ല ഇന്ന് ഈ പ്രായത്തിൽ, അല്ലെങ്കിൽ 10, 50, 40, അതൊക്കെ ഈ അജിതയുടെ പ്രചോദനമാണ്. അങ്ങനത്താണ് അജിത. അജിത ഒരു ഉദാഹരണമായിരുന്നു, ഒരു ആവേശമായി. ഫുലൻ ദേവി എന്നൊക്കെ. ഈ വാസ്തവത്തിൽ ഞാൻ ആലോചിക്കാറുണ്ട്, നിങ്ങള് നെൽസൺ മണ്ടേലയെ പറ്റി കേട്ടിട്ടില്ലേ? 5 വർഷമാണ് നെൽസൺ മണ്ടേല ബോത്ത ഭരണകൂടത്തിന്റെ ഇരുട്ടറയിൽ കഴിഞ്ഞത് എങ്കിൽ 7 കൊല്ലമാണ് ഈ വാസ്തവൻ 5000 ചില്ലാനും ദിവസങ്ങളാണ് ഈ വാസ്തവൻ കേരള സർക്കാരിന്റെ, ജനാധിപത്യ സർക്കാരിന്റെ ഇരുട്ടറയിൽ കഴിഞ്ഞു. ആ വാസ്തവൻ ഇപ്പം 100 വയസ്സായി എന്ന് പറഞ്ഞാൽ 96, 90 കഴിഞ്ഞാൽ 100 കൂട്ടും. വാസ്തവൻ പറയാ, എനിക്ക് കൊതുക് കടിയും ഈ തണുപ്പ് സഹിക്കാനാകുന്നില്ല പക്ഷേ തൽക്കാലം ഒരു മോചനം, ഞാൻ സമരപ്പന്തലിൽ വരും. ഞാൻ അങ്ങോട്ടല്ല പറയുന്നത്. ഈ ആദിവാസികൾക്ക് ഭൂമി കിട്ടാൻ വേണ്ടി ഇവര് ചൂടും മഴയും കാർബൺ മോണോക്സൈഡും പൊടിയും ഒക്കെ ഏറ്റുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഇതുവഴി 100 കണക്കിന് 1000 മാന്യമഹാജനങ്ങൾ കടന്നുപോയിട്ടില്ലേ? അവർക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയിട്ടില്ല. ഏതോ ആദിവാസികളെ ഭൂമിയല്ലേ, ഞങ്ങളെന്ത് നോക്കണം? എന്നാൽ എല്ലാവരും പറയും, നീതി നിനക്കെതിരായാൽ പോലും നീ നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുക. ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ധർമ്മോ അധർമ്മോ ഏറ്റുമുട്ടുമ്പോൾ നീതിക്ക് വേണ്ടി പൊരുതുന്നതിൽ നീ വിട്ടുവീഴ്ച ചെയ്യരുത്. അത് ഗാന്ധി പഠിപ്പിച്ചതാ, കോൺഗ്രസ്സുകാർ. സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അനുഗ്രഹീതർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം ഈ മതിലിന്മേൽ എഴുതി വെച്ച ക്രിസ്ത്യാനി, പള്ളിയിൽ നിന്ന് പഠിപ്പിക്കുന്ന ഉസ്താദ്, അമ്പലത്തിൽ നിന്ന് ഞങ്ങളാരും പഠിപ്പിക്കാറൊന്നുമില്ലെന്നു. ഏതേലും സന്യാസിയാറ്റം വന്നുണ്ട് പറഞ്ഞു പോകുന്നില്ല. ഈ ഒരു ഹിന്ദുവിന്, ക്രിസ്ത്യാനിക്ക്, ഇസ്ലാമിന് ആ മതബോധം കൊണ്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയോ? ഇനി പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന കൈലേശമായി കടന്ന് അതാണ് ഞങ്ങളുടെ ചെങ്കൊടി എന്ന് പറയുന്ന മാർച്ചിറ്റുകാരന് തോന്നിയോ? ഗവൺമെന്റ് വരണ്ട, ഗവൺമെന്റിന്റെ പ്രതിനിധികളും വരണ്ട, ഗവൺമെന്റിന്റെ രാഷ്ട്രീയക്കാർക്ക് ആർക്ക് തോന്നിയെന്ന് ഇവിടെ കയറി വരണം? തോന്നിയില്ല. ഇതൊന്നും വന്നില്ലെങ്കിലും വോട്ട് കിട്ടുമെന്നായിരുന്നു അവരുടെ കഴിഞ്ഞ തദ്ദേശ ഭരണകൂടങ്ങളുടെ ഇലക്ഷൻ വരെയുള്ള ധാരണ. ഇപ്പൊ മനസ്സിലായി അങ്ങനെയൊന്നും കിട്ടും നല്ല വോട്ട്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നിയമം, രാജ്യത്തിന്റെ വികാരം അറിഞ്ഞ് നിയമമുണ്ടാക്കുന്ന സഭയാണ് നിയമസഭ, പാർലമെന്റ്, അസംബ്ലി. ആ നിയമം നടപ്പിലാക്കുന്ന വകുപ്പുകാരാണ് എക്സിക്യൂട്ടീവ്, മന്ത്രിസഭ. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ശിപായി, കലക്ടറേറ്റിലെ ശിപായി അടക്കം എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഒരു സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്ക് തുല്യമാണ് ഒരു കലക്ടർ. ആ കലക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പറയുന്ന വാക്കാണ്. ഗവൺമെന്റ് പറഞ്ഞ വാക്കെന്താ? നിങ്ങൾക്ക് ഇത്ര ഭൂമി ഇത്ര കാലം കൊണ്ട് തരും, തന്നില്ല. പിന്നെ നീട്ടിക്കൊണ്ടുപോയി പാവപ്പെട്ട ബിന്ദുവിനെയും അതുപോലെ ഗിരിദാസിനെയും സഹോദരന്മാരെയും ഇവിടെ കഷ്ടപ്പെടുത്തി. ഒരു രക്ഷയില്ല. അവസാനം എക്സിക്യൂട്ടീവ് വഞ്ചിക്കുന്നിടത്ത് ഒരു രക്ഷയേ ഉള്ളൂ, ന്യായാസനങ്ങളെ സമീപിക്കുക. അങ്ങനെ ന്യായാസനങ്ങളെ സമീപിച്ചതാണ്. അല്പമെങ്കിലും വിവരമുണ്ടെങ്കിലും ഒരു മാർച്ചിറ്റുകാരനെങ്കിലും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇവിടെ വന്ന് എന്താന്ന് ചോദിക്കണ്ടായിരുന്നു, ചോദിച്ചില്ല. അങ്ങനെ നമ്മൾ ന്യായാധിപന്റെ മുമ്പിലാണ് വിഷയം. സംശയിക്കുക, എനിക്കൊരു സംശയവുമില്ല. കാരണം അത്രയും ഗംഭീരമായി ഈ കലക്ടർ നമ്മൾ എന്ത് പറഞ്ഞാലും, ഞാൻ അറിഞ്ഞത് ഇവർക്ക് അനുകൂലമായ ഒരുപാട് നോട്ടുകൾ സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ടെന്ന്. ഇല്ലേ ബിന്ദു? അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയൂ, അല്ലെ അദ്ദേഹത്തിന് പണിയുണ്ടാവിലൂടെ, അദ്ദേഹത്തിന് നാട് കടത്തിക്കളയും. അങ്ങനെയാണ് കിരൺ ബേദിയെ നാട് കടത്തി, ജോലി ഉപയോഗിച്ചുകൊണ്ട് വന്നില്ലേ. അങ്ങനെ ഒരുപാട് ആള് ജീവിതം. ഇപ്പൊ കെജ്രിവാൾ അങ്ങനെയാണ്, വേണ്ടെന്ന് വെച്ചതായി ഈ വ്യവസ്ഥക്കെതിരെ പോരാണ്. അങ്ങനെ അൽഫോൻസ കണ്ണന്താനം അയാള് വിട്ടതാണ് ജോലി, അയാൾക്ക് ജീവിക്കുന്ന രാഷ്ട്രീയത്തിൽ വന്നിട്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഈ കലക്ടർക്ക് സാധിക്കില്ല. കലക്ടർ ഈ പാവങ്ങൾക്ക് വേണ്ടി സർക്കാരിൽ ശുപാർശ ചെയ്യുന്ന ഒരുപാട് നോട്ടുകൾ എഴുതി.
ആ നോട്ടുകൾ വെച്ചുകൊണ്ടാണ് ഇവരിപ്പോ കോടതിയിൽ പോയി ആ നോട്ടുകളൊക്കെ ശേഖരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പാണ് വിജയം. പക്ഷേ വിജയം വരുമെന്ന് കരുതി കിടന്നുറങ്ങരുത്. ബിന്ദുവോട് പറയുക, നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ബിന്ദുവിനെ ഞങ്ങള് കേരള മദ്യ നിരോധന സമിതി സ്വാഗതം ചെയ്തിട്ടുണ്ട്, വരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു കരുത്തുണ്ടാക്കും. കഷ്ടടിക്ക് സംഘടന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിന്ദുവും ഗിരിദാസും മത്സരിച്ചു. ആരും അവരെ സഹായിക്കാനുണ്ടായില്ല. സഹായിക്കേണ്ട ആളുകൾക്കൊക്കെ അവരുള്ള പാർട്ടിയാണ് വലുത്. ബിന്ദു തോറ്റു, ഗിരിദാസ് തോറ്റു. ആ തോൽവിയുടെ ഫലം, തോൽവിയുടെ സൽഫലം അനുഭവിക്കും നമ്മളുടെ നിലമ്പൂർക്കാർ. അതിനാണ് ബിന്ദുവിന്റെ ബാക്കി സമയം ചെലവഴിക്കാൻ പോകുന്നത്. രാഷ്ട്രീയമായി ജനങ്ങളെ പഠിപ്പിക്കണം. ഈ പാർട്ടികൾ ഇന്ന് ചതി ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് കരപ്പിടിക്കാൻ കഴിയാത്തത് ആത്മബന്ധുക്കളെ എന്ന് പറയാം. എന്തുകൊണ്ടാ ആരും വന്ന് ഇവിടെ ഞങ്ങൾ ചെയ്യാത്തത്, ഓഫർ ചെയ്യാത്തത്? കാടൊക്കെ ഒരുപാട് മുസ്ലിം പ്രമാണിമാർ, കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെ ഉണ്ടാവും. ഒരുപാട് ഹിന്ദു പ്രമാണിമാർ, BJPയും കോൺഗ്രസും ഒക്കെ ഉണ്ടാവും. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പ്രമാണിമാർ. ഇവരൊക്കെ വളച്ചു കെട്ടി കുറ്റിയടിച്ച് വെച്ചിട്ടുണ്ടാവും. അത് ഇവർക്ക് കൊടുത്താൽ പ്രശ്നമല്ലേ, പാർട്ടിക്ക് കുലുക്കമല്ലേ? നിങ്ങളറിയോ ഗവൺമെന്റ് ഈയിടെ ഉണ്ടാക്കിയ ഒരു ചതിയ നിയമം? പാവപ്പെട്ടവരിയായിരിക്കും എന്റെ 10 സെന്റ് ഞാൻ നികുതി കൊടുക്കാത്ത അങ്ങട്ടേൽ 5 സെന്റ് കൂടി ഉണ്ടല്ലോ, അതിന് എനിക്ക് നികുതി അല്ല. കൈവശം വെച്ച ഭൂമിക്ക് നിങ്ങൾക്ക് ആധാരമില്ലെങ്കിലും നിങ്ങളത് കൈവശപ്പെടുത്താനുള്ള നിയമം ഈ കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയെന്തിനാ? നിലമ്പൂർക്കാളുകളുടെ ഭൂമി ആരൊക്കെ കട്ട് കൈവശം വെച്ചിട്ടുണ്ടോ അവന് 100 കണക്കിൽ ഏക്കറിന് പട്ടയം കൊടുക്കാൻ. അത് നമ്മൾ പാവങ്ങൾ അറിയുന്നില്ല. ഏതായാലും ഞാൻ സങ്കടത്തോടു കൂടി ഈ സത്യാഗ്രഹത്തിൽ നിന്ന് ഇവർ താൽക്കാലികമായി മോചിതമാണല്ലോ എന്ന സന്തോഷം പ്രകാശിപ്പിക്കും. വാസേട്ടനും ബിന്ദു ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറാണ്. നിത്യേന അവിടെ വന്നിട്ട് നല്ല ഫോട്ടോ എടുത്തൊരു ബിന്ദുവാണ്. അതായത് ബിന്ദു കുറച്ച് ദിവസം ബിന്ദു സത്യാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ ഗിരിദാസ് ഈ ബാസേട്ടനാണ് ഞങ്ങൾ വരുമ്പോഴേക്ക് സത്യാഗ്രഹ രീതിയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി സത്യം പറഞ്ഞാല് പിന്നെ ബിന്ദുവും ബാസേട്ടനും അതുപോലെ ഗിരിദാസൊക്കെ വിട്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസം. അതൊക്കെ നമ്മൾ കാലക്രമേണ സഹിക്കല്ലോ. അതായത് നിങ്ങളെ കൂടെ ഒന്ന് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ ഞങ്ങൾ എപ്പോഴെങ്കിലും വരും. ഞങ്ങള് ഒരു കുടുംബത്തിന് ഭൂമി കിട്ടാനല്ല ഈ സമരം. നാട്ടിലെ ഇവിടെ ഇരിക്കുന്ന അമ്മ സഹോദരിമാരുടെ വരും തലമുറയെങ്കിലും രക്ഷപ്പെടാൻ വെച്ചിട്ടാണ്. അത് മനസ്സിലാകുന്നവരും കുറച്ച് ആളുകളെ. ഏതായാലും വരുന്ന ഇലക്ഷനിൽ ഈ സമരത്തിനും ഞങ്ങളുടെ സമരത്തിനുമൊക്കെ ഒരു സൽഫലം പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ. അതിന്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ. ദയാനിധിയായ ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. പ്രൈസ് ദി ലോർഡ്. ജയ് ജഗത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. വാസേട്ടൻ ഈ ആരോഗ്യത്തോടു കൂടി 100 കടന്ന് അപ്പുറമെത്താൻ സാധിക്കട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിക്കുന്നു. നമസ്കാരം.